നമസ്തേ, ഞാൻ സിന്ധു സതീശൻ. ഈ വേടൻ എന്ന റാപ്പർ ഗായകൻ അദ്ദേഹം പ്രേക്ഷകരെ ത്രസിപ്പിക്കാനും ആവേശം കൊള്ളിക്കാനും കഴിവുള്ള നല്ലൊരു കലാകാരൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയവും ആർക്കുമില്ല. ശരിക്കും വേടൻ എന്ന വ്യക്തിയെ കാണുമ്പോൾ എൻ്റെയൊക്കെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത് കർണനെയാണ്. മഹാഭാരതത്തിലെ കർണനെ. ആയോധന കലയിൽ അർജുനേക്കാൾ ഒരുപാട് പ്രാവീണ്യമുള്ള വ്യക്തിയായിരുന്നു കർണൻ. കർണൻ്റെ ആ കഴിവിനെ ലോകം സമൂഹം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് കർണൻ്റെ വ്യഥയും ഇന്ന് വേടൻ്റെ വ്യഥയും ഒരേപോലെ തന്നെയാണ്. പിറന്നു വീണ കുലം, അതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കർണൻ എന്ന വില്ലാളി വീരൻ അറിയപ്പെടുന്ന സൂതപുത്രനായിട്ടാണെങ്കിൽ ഇവിടെ വേടൻ എന്ന റാപ്പർ അറിയപ്പെടുന്നത് ദളിത് കുടുംബത്തിൽ ജനിച്ചു എന്നതാണ്. ഇതാണ് അവരിൽ കാണുന്ന പോരായ്മ. കർണനിലെ ആയോധനയും അതുപോലെ തന്നെ വേടൻ്റെ സംഗീതവും ആസ്വാദകരമാണ്, ലോകം അംഗീകരിക്കപ്പെടുന്നതാണ്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, രണ്ടുപേരും എത്തിച്ചേർന്ന തട്ടകം അത് മാറിപ്പോയി. കാരണം കർണനായാലും വേടനായാലും ആയോധനയും സംഗീതവും തങ്ങളുടെ നിലനിൽപ്പായി മാത്രം കണ്ടിരുന്ന കൗരവ സഭയിലാണ് വേടനായാലും കർണനായാലും എത്തിച്ചേർന്നത്. കൗരവ സഭയിൽ അവിടെ സത്യത്തിനും ധർമ്മത്തിനും യാതൊരു മൂല്യവുമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല. കൗരവ സഭയിലെ ദുര്യോധനാദികളെ സുഖിപ്പിക്കുന്നത് കർണൻ എപ്പോഴും പാണ്ഡവരെ തെറിവിളിച്ചുകൊണ്ടാണ്, കുറ്റം പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ വേടൻ ചെയ്യുന്നതോ ഏതു നേരവും സവർണാധിപത്യം, തമ്പുരാക്കന്മാരും ഹിന്ദുത്വ ഭീകരത, തീവ്രത, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കമ്മികളിൽ സൂഡാപ്പികളിൽ അതുപോലെ തന്നെ ജിഹാദികളൊക്കെ ആധുനിക കൗരവപ്പടയെ സൂചിപ്പിക്കുന്നു. കേരളത്തിൽ സാംസ്കാരികമായിട്ട് ഒരു വ്യക്തി ഉയർന്നു വരണമെങ്കിൽ ഏതു നേരവും ഹൈന്ദവ വിശ്വാസങ്ങളെ ജാതീയപരമായിട്ടും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ സംഘപരിവാർ നേതാക്കൾക്കെതിരെയൊക്കെ പുലഭ്യം വിളിച്ചു പറയണം. അപ്പോഴാണ് കേരളത്തിൽ ഒരു വ്യക്തി സാംസ്കാരിക തലത്തിൽ ഉയർന്നവനായവൻ എന്ന് അംഗീകരിക്കപ്പെടും. കർണൻ എപ്പോഴും കൗരവ സഭയിൽ വന്ന് പാണ്ഡവരെ പുലഭ്യം പറയുകയും ദുര്യോധനാദികളെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നത് ഭൂമി ദാനമായിട്ട് കിട്ടിയതുകൊണ്ടാണ്. ദാനം വാങ്ങുന്നവൻ ലാഭേച്ഛയില്ലാതെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ ആ കിട്ടുന്ന ദാനം നിന്നു പോകും. അത് തന്നെയല്ലേ ഇത് നടക്കുന്നത്. കർണൻ ഒരിക്കലും ധർമ്മം മനസ്സിലുണ്ടായിട്ടും അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. കാരണം അവൻ എത്തിപ്പെട്ട പാളയം കൗരവ സഭയായിരുന്നു. ഇത്രയൊക്കെ ഞാൻ പറയുന്നത് വേടൻ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെയും വിളിച്ചു പോകുന്ന പുലഭ്യങ്ങളൊക്കെയും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ അത്ര വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. വേടൻ്റെ ജാതീയതയെ ആക്ഷേപം നേരിട്ടത് കൊണ്ടാണത്രേ നീ തമ്പുരാനല്ല, ഞാൻ പുലയനല്ല, ഇനി നീ തമ്പുരാനാണെങ്കിൽ എനിക്ക് ഒന്നുമല്ല എന്ന് പറഞ്ഞത്. ഇങ്ങനെ വിളിച്ചു പറയുന്ന വേടൻ എന്ന വ്യക്തി ദളിത് സമൂഹത്തിന് വേണ്ടി നാളിതുവരെയായിട്ടും എന്താണ് അദ്ദേഹം ചെയ്ത സംഭാവന? ഒരുപാട് തെരുവിളികളാണ്, അതാണ് അവർക്ക് കൊടുക്കുന്ന സംഭാവന. ഈ കഞ്ചാവ് കേസിൽ പിടിച്ചതിന് ശേഷമാണ് വേടൻ എന്ന വ്യക്തി മീറ്റു ആരോപണ വിധേയനാണെന്നും ഒരു പെൺകുട്ടിയെ തനിക്ക് ലൈംഗിക വീഴ്ചയിൽ വേദനയുണ്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ വേദനിപ്പിച്ച് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന ഒരു വൈകൃത മനോഭാവത്തിന് ഉടമയാണെന്ന് മനസ്സിലായി. ഇവനെയാണ് പ്രബുദ്ധ മലയാളികൾ മാതൃകാ പുരുഷനായിട്ട് എടുക്കുന്നത്. ഇനി എല്ലാവരും ഈ രീതിയിൽ പോകണം എന്നാണോ പ്രബുദ്ധർ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതെന്ന് യാതൊരു ധാരണയില്ല. വേടൻ എന്ന വ്യക്തി ലഹരി ഉപയോഗിക്കാറുണ്ടത്ര. അത് ആരും ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല, അദ്ദേഹം സ്വമനസ്സാൽ ഉപയോഗിക്കുന്നതാണ്. അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം അത് തിരുത്തുമെന്നും പറഞ്ഞു. വേടൻ ലഹരി ഉപയോഗിക്കുന്ന ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വേടനെ ആരും കണ്ടു പഠിക്കരുത്. അദ്ദേഹം വലിയൊരു പാഠപുസ്തകമാണ്, പക്ഷെ അതാരും കണ്ടു പഠിക്കരുത് എന്നാണ് വേടൻ പറയുന്നത്. അല്ല, ഇപ്പോൾ കേരളത്തിൽ സർക്കാർ പോലും വേടൻ നല്ല പാഠപുസ്തകമാണ്, അവനെ കണ്ടു പഠിക്കണമെന്നാണ് പറയുന്നത്. ഈ പഠിപ്പ് എവിടെ കൊണ്ട് ചെന്നെത്തിക്കുന്നു ദൈവത്തിനറിയാം. മീറ്റുവിലത്തെ അതിജീവിത തനിക്ക് നേരിട്ട ലൈംഗിക അരാജകത്വത്തെക്കുറിച്ച് പരാതിപ്പെടുകയും ആ പരാതി കേസാവുകയും ആ കേസിൻ്റെ വിധി എന്ന് പറയുന്നത് ഇപ്പോൾ വേണം മാപ്പ് പറഞ്ഞാൽ മതിയത്ര. അല്ല, കേരളത്തിൽ വലിയൊരു പീഡന പരാതി വന്നപ്പോൾ തീവ്രത അളക്കാൻ വേണ്ടി 2 കമ്മീഷനെ നിയമിച്ച സർക്കാരാണുള്ളത്.
ചിലപ്പോൾ ഇതൊക്കെ ഒരു മാപ്പിൽ ഒതുക്കിയാൽ മതിയാവുമായിരിക്കും. അവരെ പാടായി. ഈ രീതിയിലാണ് വേടൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇദ്ദേഹം ചെറിയൊരു പുസ്തകമാവില്ല, കാണ്ഡമായിട്ട് പഠിച്ചെടുക്കാനുള്ള വലിയൊരു പുസ്തകമായി മാറും പ്രബുദ്ധ മലയാളികൾ. എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ഈ വേടന് വേണ്ടിയിട്ട് അഭിസംബോധന ചെയ്യുന്നത് കറുപ്പ് നിറത്തിന് വേണ്ടി പടപൊരുന്നവൻ എന്നൊക്കെയാണ്. പക്ഷേ വേടൻ്റെ സ്റ്റേജ് ഷോയിൽ കാണുന്നത് പാലസ്തീൻ പതാകയാണ്. വലിയ അതിശയോക്തിയൊന്നുമില്ല. പാലസ്തീനു വേണ്ടി രാഷ്ട്രീയ നേതാക്കൾ തമിഴ്നാട്ടിൽ പോയിട്ട് കഫിയ ധരിച്ചിട്ട് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സർക്കാരാണ് നമുക്കുള്ളത്. ആ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ പലസ്തീൻ്റെ കൊടി പിടിച്ച് ഒരു ഷോ നടത്തുന്ന പറയുന്നത് വലിയ അതിശയോക്തിയൊന്നും ഇല്ലാത്ത കാര്യമാണ്. കേരളത്തിൽ പാലസ്തീൻ്റെ കൊടി പിടിച്ച് ഒരു ഷോ നടത്തിയില്ലെങ്കിൽ ആണ് നാം അത്ഭുതപ്പെടേണ്ടത്. നമുക്കറിയാം ഇപ്പോൾ ഈ പാലസ്തീൻ പ്രശ്നം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന്. ഒരു അർദ്ധരാത്രിയിൽ പാലസ്തീനിലെത്തി തീവ്രവാദികൾ ഇസ്രയേൽ കയറി അവിടെയുള്ള സാധാരണക്കാരനായ ജനങ്ങളെ 100-200 പേരെ ഒരു കാര്യവുമില്ലാതെ മിസൈൽ ആക്രമണത്തിലൂടെയും വെടിവെപ്പിലൂടെയൊക്കെ കൊന്നു തള്ളി. അതിൻ്റെ പ്രതികാരമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. വേടൻ എന്തുകൊണ്ട് ഇസ്രയേലിൻ്റെ കൊടി എടുക്കുന്നില്ല? ഇസ്രയേലിൻ്റെ കൊടി എടുത്തു കഴിഞ്ഞാൽ വേടൻ പിന്നെ കാട് കയറേണ്ടി വരും. അത് അവന് നന്നായിട്ട് അറിയാം. പാലസ്തീനത്തെ പാവങ്ങൾ ഇപ്പം വേടനിൽ വേട്ടയാടപ്പെടുകയാണത്രേ. പക്ഷേ ഇസ്രയേലത്തെ പാവപ്പെട്ട ജനങ്ങൾ വേട്ടക്കാരൻ വേട്ടയാടപ്പെട്ടത് വേടൻ കാണുന്നില്ല എന്നതാണ് സത്യം, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് സത്യം. മറ്റൊരു മുഖസ്തുതി എന്ന് പറയുന്നത് വേടൻ തീപ്പൊരിയാണത്രേ. ദളിതരെല്ലാം ഉയർന്ന ജാതിക്കാരൻ തീവ്ര പീഡനം അനുഭവിക്കുന്നത് കൊണ്ട് ആ അനുഭവങ്ങളെല്ലാം പാട്ടുപാടി നടക്കുകയാണത്രേ വേടൻ നിനക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. വാളയാർ 2 ദളിത് പെൺകുട്ടികളെ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ശാരീരികമായി, ലൈംഗികമായി, പ്രകൃതി വിരുദ്ധമായി, അതിക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ആ ദളിത് പെൺകുട്ടികൾ തനിക്ക് വിനയാകുമെന്ന് കരുതി ആ 2 കുഞ്ഞുങ്ങളെയും ഒരു മുഴം കയർ തൂക്കിക്കൊണ്ടു. നിന്റെ കറുപ്പിനെ വാനോളം പുകഴ്ത്തുന്ന ഒരു ഇടതുപക്ഷക്കാരനാണ് ആ 2 പെൺകുട്ടികളെയും കൊന്നത്. നിന്റെ പാട്ടിനെ പിന്തുണക്കുന്ന ഇടതുപക്ഷക്കാരനാണ് ആ പെൺകുട്ടികളെ കൊന്നത്. അവൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അല്ലാതെ ഒരിക്കലും നിന്റെ പാട്ടിൽ നീ ആക്ഷേപിക്കുന്ന, പുലഭ്യം പറയുന്ന, തെറി വിളിക്കുന്ന തമ്പുരാക്കന്മാരോ സംഘപരിവാറുകാരനോ അല്ല ആരും കൊല ചെയ്തു. ഓർത്തോ. അതുപോലെ തന്നെ വണ്ടിപ്പെരിയാറിൽ ഒരു പെൺകുട്ടിയെ, ഒരു ദളിത് പെൺകുട്ടിയെ, അതും പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതിനു ശേഷം വാളയാർ വീണ്ടും ആവർത്തിച്ചു വണ്ടിപ്പെരിയാർ തൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം ആ ദളിത് പെൺകുട്ടിയെ, ആ പെൺകുഞ്ഞിനെ തൂക്കിക്കൊണ്ടു. ആരാണെന്ന് നീ വിശ്വസിക്കുന്ന, നിന്നെ പുകഴ്ത്തുന്ന, നിന്റെ പാട്ടിനെ പുകഴ്ത്തുന്ന, നിന്റെ കറുപ്പിനെ പുകഴ്ത്തുന്ന കമ്മ്യൂണിസ്റ്റുകാർ. അല്ലാതെ ആൾക്കൂട്ടത്തിന് മുന്നിൽ, പുരുഷാരത്തിന് മുന്നിൽ നീ തെറി വിളിക്കുന്ന തമ്പുരാക്കന്മാരല്ല, സംഘപരിവാറുകാരനല്ല ഈ അതുപോലെ ചെയ്തു. ഇതും ഓർത്തു വെക്കുക. ഈ ദളിതനാണെന്നും നീ വേടനാണെന്നും നീ പറയുമ്പോൾ കാടിൻ്റെ മകനായ വനവാസിയെ മധുവിനെ കൊന്നത് ആരാണ്? നീ മറന്നുപോയെങ്കിൽ നിന്നോടുള്ള ചോദ്യം ഇതാണ്: മധുവിനെ അറിയാമോ? നിനക്ക് മധുവിനെ അറിയാമോ? നിനക്കറിയാമോ മധുവിനെ? മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്, തൻ്റെ അരച്ചാൻ വയർ നിറയ്ക്കാൻ വേണ്ടി അല്പം അരി കട്ടെടുത്തു എന്നതാണ് മധു ചെയ്ത കുറ്റം. ഈ ഒരു കുറ്റം ചെയ്തത് കൊണ്ട് തന്നെ ആൾക്കൂട്ടം അവനെ വിചാരണ ചെയ്ത് തല്ലിയും തൊഴിച്ചും ചവിട്ടിയും കുത്തിയും മാന്തിയും കൊന്നു തള്ളി. അതായത് വനവാസി വേടനായ മധുവിനെ പ്രബുദ്ധ മലയാളികൾ കൊന്നു തള്ളി, വിശപ്പകറ്റാൻ അരിയെടുത്തു എന്നുള്ള കാരണത്താൽ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ വേടൻ നിനക്ക്? മധുവിനെ പോലുള്ള പാവപ്പെട്ട വനവാസി ദളിത് യുവാക്കളെ അല്ലെങ്കിൽ യുവതികൾ എന്തേലും ചെയ്തു കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നുള്ള ഉത്തമ ബോധ്യം, ഒരു ധൈര്യമുള്ളത് കൊണ്ടാണ് മധു അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. മധുവിനെ കൊന്നത് സംഘപരിവാറുകാരാണോ? ഈ മധുവിനെ കൊന്നത് തമ്പുരാക്കന്മാരാണോ? ഈ മധുവിനെ കൊന്നത് ഉയർന്ന ജാതിക്കാരാണോ? അല്ല. നിന്റെ റാപ്പ് ഷോയിൽ നീ പിടിച്ചുയർത്തിയ കൊടിയില്ലേ, ആ കൊടിയാണ് ഞങ്ങളുടെ അസ്തിത്വം എന്ന് വിളിച്ചു പറയുന്ന കേരളത്തിലെ മുസ്ലിം തീവ്രവാദികളാണ് മധുവിനെ കൊന്ന് തള്ളിയത്. ഇതൊക്കെ അറിഞ്ഞിട്ടും
പാലസ്തീനെ കൊടി പിടിച്ച് മധുവിന് കൊഞ്ഞിനും കുത്തുന്നല്ലോ വേടാന്ന്. ശരിക്കും നിന്റെ പാട്ടുകൾ നിനക്ക് വേണ്ടിയാണോ, നിന്റെ കുലത്തിന് വേണ്ടിയാണോ, അതോ കേരളത്തിൽ വളർന്നു വരുന്ന മുസ്ലിം ജിഹാദികൾക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ അണയാൻ പോകുന്ന കനലൊരു തരിക്ക് വേണ്ടിയാണോ നീ പാടുന്നത്, നീ തീപ്പൊരിയാകുന്നത്? വേട നിന്നെപ്പോലെ സംഘപരിവാറിനെ ചീത്ത പറയുകയും ഹിന്ദുത്വ വിരുദ്ധത വിളിച്ചു പറയുകയും ഹൈന്ദവ വിശ്വാസങ്ങളെ ആക്ഷേപിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു മഹാരാജാസ് കോളേജിലെ അഭിമന്യു. അറിവ് മനുഷ്യനെ വിവേകമുള്ള ജീവിയാക്കും അല്ലെങ്കിൽ വ്യക്തിയാക്കും എന്ന ഒറ്റ കാരണം, അതായത് RSS എന്ന പേരും പറഞ്ഞു മുസ്ലിം തീവ്രവാദികൾ എല്ലാ ഹിന്ദുക്കൾക്കും ഇട്ട് നന്നായി പണിയുന്നുണ്ട് എന്ന് മുഖപുസ്തകത്തിൽ ചെറുതായി ഒന്ന് എഴുതിയതേ ഉള്ളൂ അഭിമന്യു. ആ അഭിമന്യുവിൻ്റെ ഹൃദയത്തിലേക്ക് കഠാര ഇറക്കിയത് ആരാണ്? നീ നിന്റെ പാട്ടുകളിൽ തെറിവിളിക്കുന്ന തമ്പുരാക്കന്മാരാണോ, അല്ലെങ്കിൽ സംഘപരിവാറുകാരാണോ, അല്ലെങ്കിൽ തീവ്ര ഹിന്ദുക്കളാണോ? അല്ല, മുസ്ലിം തീവ്രവാദികളാണ്. മുസ്ലിം തീവ്രവാദികളാണ് ദളിത് യുവാവായ അഭിമന്യുവിനെ കൊന്നു തള്ളിയത്, കരളിൽ കഠാര ഇറക്കി കൊന്നു തള്ളിയത്. വേട, നീ സംഘപരിവാറിനെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ, തമ്പുരാക്കന്മാരെ ഒക്കെ പുലഭ്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് അല്പമെങ്കിലും സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പാലസ്തീൻ കൊടി മാറ്റി ഒരു കാര്യത്തിൽ വിളിച്ചു പറഞ്ഞു. ദളിത് വിഭാഗത്തിൽപ്പെട്ട സഹപാഠിയായ ഒരു പെൺകുട്ടിയോട് അവളുടെ മാറിൽ കടന്നു പിടിച്ച് നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ നേതാവിനെ കൂടി നിന്റെ പാട്ടിൽ ഉൾപ്പെടുത്തണം. അത് കാണാനുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം നീ ശബ്ദിക്കുന്നത് ദളിതർക്ക് വേണ്ടിയാണെങ്കിൽ നിന്റെ പാട്ടിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരൻ അരുംകൊല ചെയ്യപ്പെട്ട വാളയാറിലെയും വണ്ടിപ്പെരിയാറിലെയും പെൺകുട്ടികൾക്ക് വേണ്ടി, ദളിത് പെൺകുട്ടികൾക്ക് വേണ്ടി നീ പാടണം. വേട, അരച്ചാൻ വയർ നിറക്കാൻ വേണ്ടി അരി മോഷ്ടിച്ചു എന്ന ഒറ്റ കാരണത്താൽ മുസ്ലിം തീവ്രവാദികളെ കൊല ചെയ്യപ്പെട്ട മധുവിന് വേണ്ടി നീ പാടണം, പാടിയേ മതിയാകും. വേട, കർണനും ഇതുപോലെ തന്നെയാണ്. മുന്നിൽ കാണുന്ന അനീതികൾക്ക് നേരെ കണ്ണടച്ച് പ്രതികരിക്കാനോ അഭിപ്രായം പറയാനോ കഴിയാതെ അധമന്മാർക്ക് വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തു. ഒടുവിൽ സമൂഹത്തിന് ഒരു ഗുണവുമില്ലാതെ ആ യുദ്ധത്തിൽ കർണൻ മരണപ്പെട്ടു. ഇവിടെ വേടനോട് ഒന്നേ പറയുള്ളൂ, നിന്നിൽ നന്മയുണ്ടെങ്കിൽ, നിന്നിൽ കഴിവുണ്ടെങ്കിൽ അത് നിന്റെ കുലത്തിന് വേണ്ടിയേ ഉപയോഗിക്കും. അവരും താഴെ തട്ടിൽ നിന്ന് നിന്നെപ്പോലെ ഉയർന്നു വരട്ടെ, സമൂഹത്തിന് ശബ്ദമാകട്ടെ. നിന്റെ ഈ കഴിവ് അവർക്കും പ്രചോദനമാകട്ടെ. അല്ലാതെ തമ്പുരാക്കന്മാരെ തെറിവിളിച്ചു, സംഘപരിവാറിനെ തെറിവിളിച്ചു, സംഘപരിവാറിൻ്റെ നേതാക്കളെ തെറിവിളിച്ചു എത്ര നാൾ നീ മുന്നോട്ട് പോകും? ഒരു കാര്യം വ്യക്തമായിട്ട് പറയും, ഇതിനേക്കാൾ കൂടുതൽ തെരുവിൽ കവലപ്രസംഗം നടത്തി RSSകാരുടെയും BJPക്കാരുടെയും വീടും ഊടും അഡ്രസ്സും ഒക്കെ അറിയാം എന്ന് പറഞ്ഞ് നടന്നവർ ഇന്ന് എവിടെയാണെന്ന് ചരിത്രം നോക്കണം. നിന്നിൽ നന്മയുണ്ടെങ്കിൽ നീ നന്മയ്ക്ക് മാത്രം പ്രവർത്തിക്കുക. നിന്നിൽ തിന്മയാണെങ്കിൽ ഇത് തിട്ടൂരമല്ല, ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ ഒരു ഭരണഘടനയും ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. അത് എല്ലാവർക്കും ബാധകമാണ്. അത് ദളിതനായതുകൊണ്ടോ തൊലി കറുപ്പായതുകൊണ്ടോ മാറ്റം സംഭവിക്കില്ല. കാരണം ഈ ഭരണഘടന എഴുതി വെച്ചത് അംബേദ്കർ എന്ന കറുത്തവനാണ്. ഓർമ്മയിക്കട്ടെ. മറ്റൊരു നല്ലൊരു വീഡിയോ ജയ് ഹിന്ദ്.